നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി ഹെയർ ഓയിൽ ഉണ്ടാക്കിയാലോ? മുടി കൊഴിച്ചിൽ മാറാനും മുറി വളരാനും നമുക്ക് അത്യുത്തമമായ ഒരു ഹെയർ ഓയിലാണത്. ആഴ്ചയിൽ 1-2 ദിവസം ഇത് തേച്ച് നന്നായിട്ട് കുളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ നമുക്കത് എഫക്റ്റീവായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉലുവ വേണം. നമ്മുടെ വീട്ടിലുള്ള എന്നും നമ്മുടെ അടുക്കളയിൽ കാണുന്ന സാധനമാണ് ഉലുവ. ഉലുവന്റെ നമ്മുടെ മഹത്വം പറയേണ്ട, മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ നമുക്ക് ഉലുവ ഒരുപാട് സഹായിക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമ്മുടെ നെല്ലിക്കയാണ്. നമ്മൾ നെല്ലിക്ക ഒരു 3 എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കാച്ചി ഉപയോഗിക്കാവുന്നതാണ്. കാരണം വീടിന് ഉമ്മറത്ത് തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതിന് നമുക്ക് കുറേ ഒന്നും കാച്ചി അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉലുവ എടുത്തിട്ടുണ്ട്, ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, നമ്മുടെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങുന്നതായാലും കഴുകി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലാണെങ്കിൽ ഈ പാറ്റകളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കഴുകി ഉണക്കി ഉപയോഗിക്കുക. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലിടുമ്പോൾ ഒരുമാതിരി പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കഴുകി വെള്ളമൊക്കെ നന്നായി കളഞ്ഞ് അത്യാവശ്യം തുടച്ചിട്ടോ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത് 3 നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ വെള്ളം തീരെ ഉപയോഗിക്കാതെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഈ എടുത്ത സാധനം നമ്മൾ വീട്ടിൽ കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന എണ്ണയാണെങ്കിൽ സൗകര്യമായി. ഇനി പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ല വെളിച്ചെണ്ണ നോക്കി വാങ്ങുക. അങ്ങനെ വാങ്ങുന്ന എണ്ണ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കരി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കരി പിടിക്കൽ മാത്രമല്ല, ഈ കരിഞ്ഞു പോവാനും അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് കൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അടിക്കട്ടുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 കാര്യം നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ പകുതി കാര്യം കഴിഞ്ഞു. കാരണം ഈ കാച്ചുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എണ്ണ കാച്ചത് കിട്ടും. ഒരുമാതിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത്, അധികം നമ്മൾ കട്ടിയുള്ള പാത്രം എടുക്കുന്നത്, ഇരുമ്പ് പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് നല്ലോണം ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.